120 മിനിറ്റിൽ തികയാതെ വന്നു ആ ഒരു ചാമ്പ്യനെ കണ്ടെത്തുവാനായിട്ട്. ഏതായാലും സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-നെതിരെ 5 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് പോർച്ചുഗൽ നാഷൻസ് ലീഗിന്റെ ചാമ്പ്യൻസ് ആയിരിക്കുകയാണ്. തന്റെ 40ാമത്തെ വയസ്സിലും പോർച്ചുഗലിന് വേണ്ടി ഒരു ഫൈനലിൽ ഒരു ഗോൾ കണ്ടെത്താൻ റൊണാൾഡോയ്ക്കായി, അതും സ്പെയിൻ പോലുള്ള ഒരു ടീമിനെതിരെ. ഏതായാലും ഈ ഒരു ട്രോഫി റൊണാൾഡോയും പോർച്ചുഗലും ഡിസൈഡ് ചെയ്യുന്നത് തന്നെയാണ്. ആസ് എ മെസ്സി ഫാൻ, ആസ് എ അർജന്റീന ഫാൻ എനിക്കത് പറയാൻ കഴിയും. കാരണം ഒരു ഇന്റർനാഷണൽ ട്രോഫി നേടുന്നതിനുള്ള ഒരു കഷ്ടപ്പാട്, ആ ഒരു എഫർട്ട് ഒരു അർജന്റീന ഫാന് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇന്നലെ പോർച്ചുഗൽ ആ ഒരു കപ്പ് അടിച്ചതിന് ശേഷം വരുന്ന വീഡിയോസും മറ്റ് ട്രോളുകളും കാര്യങ്ങളൊക്കെ വേറെ രീതിയിലേക്കാണ്. കാരണം സകല പോർച്ചുഗൽ അല്ലെങ്കിൽ റൊണാൾഡോ ഫാൻസ് മെസ്സിക്കെതിരെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നാഷൻസ് ലീഗ് വേൾഡ് കപ്പിനേക്കാൾ മൂല്യമുള്ളതാവുന്നു, വേൾഡ് കപ്പിന്റെ മൂല്യം കുറയുന്നു. 2 നാഷൻസ് ലീഗും 1 യൂറോപ്പ ലീഗും 2 കോപ്പ അമേരിക്കയ്ക്കും വേൾഡ് കപ്പിനും ഫൈനലിസ്റ്റിനും ഒക്കെ തുല്യമാണെന്ന് പറയുന്നു. ഈ നാഷൻസ് ലീഗ് തുടങ്ങിയത് പോലും 2018 ഫ്രണ്ട്ലി മാച്ചസിന് ഒരു കോമ്പറ്റീഷൻ വരാനും ഒന്ന് ഓർഗനൈസ്ഡ് ആവാനും വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ലീഗാണ് നാഷൻസ് ലീഗ്. യൂറോപ്പിലെ നാഷണൽ ടീമുകളെ വെച്ചിട്ട് 2 കൊല്ലത്തിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ്. അതിന് യൂറോ കപ്പിനേക്കാളും അല്ലെങ്കിൽ കോപ്പ അമേരിക്കയെക്കാളും ഫൈനലിസ്റ്റിനേക്കാളും വേൾഡ് കപ്പിനേക്കാളും മൂല്യമുണ്ടെന്ന് പറയുന്നത് എന്ത് ലോജിക്കിലാണ് എന്ന് ഒരിക്കലും മനസ്സിലാവുന്നില്ല. ഈ വേൾഡ് കപ്പ്, യൂറോ കപ്പ്, കോപ്പ അമേരിക്ക തുടങ്ങിയ ടൂർണമെന്റുകൾ ഒരു ടൂർണമെന്റിന്റെ അതേ രീതിയിലാണ്. തുടർച്ചയായ മാച്ചുകൾ, ആ ഒരു കോമ്പറ്റീഷന്റെ ടൈറ്റ്നസ്, ആ ഒരു മെന്റൽ പ്രഷർ, അതൊക്കെ അതിജീവിച്ച് ആ ഒരു കപ്പ് നേടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ നാഷൻസ് ലീഗ് അങ്ങനെയല്ല. പല റൗണ്ടുകൾക്കിടയിലും ഒരുപാട് മാസങ്ങളുടെ അകലം പോലും ഉണ്ട്. ഫാൻസിന്റെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പോർച്ചുഗൽ ടീം ആ ഒരു കപ്പ് ഡിസൈവ് ചെയ്യുന്നുണ്ട്. ഹ്യൂജ് റെസ്പെക്ട് റൊണാൾഡോന്റെ ആ ഒരു എഫർട്ടിനൊക്കെ. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ പോർച്ചുഗൽ അല്ലെങ്കിൽ റൊണാൾഡോ ഫാൻസിന് ഒന്ന് അയച്ചു കൊടുക്കുക.